അടുത്ത ടോപ്പിക് സ്കോപ്പ് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും രണ്ട് ഏരിയകളാണ്. ഒന്ന് മാക്രോസ്കോപ്പിക് ആൻഡ് ദെൻ മൈക്രോസ്കോപ്പിക്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലിയ ഒബ്ജക്റ്റുകളുമേ അല്ലെങ്കിൽ വലിയ ഒബ്ജക്റ്റുകളെ നമ്മൾ പഠിക്കുന്ന സയൻസ് ആയിരിക്കും. ആൻഡ് മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്നതായിരിക്കും. സോ ഈ മാക്രോസ്കോപ്പിക്കിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്നും പറയാറുണ്ട് മാക്രോസ്കോപ്പിക് ഫിസിക്സിനെ. ആൻഡ് ഈ ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സ് എന്ന ടോപ്പിക്. മെക്കാനിക്സ് എന്ന് പറയുന്നത് സോളിഡ് മെക്കാനിക്സ് ആകാം, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആകാം, അല്ലെങ്കിൽ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ആകാം, മോഷൻ ഓഫ് എ കാർ. ഒരു ഫാൻ കറങ്ങുന്നു, ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നു, ഒരു ബുള്ളറ്റ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ വണ്ടികളുടെ വീൽ, ഫ്ലൈ വീൽ. ഇങ്ങനെ മെക്കാനിക്കൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ മെക്കാനിക്സ് പറയാറുണ്ട്. ദെൻ തെർമോഡൈനാമിക്സ്, ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചറും ആയി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഹീറ്റ് എഞ്ചിനുകളെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. എഞ്ചിൻ്റെ എഫിഷ്യൻസി, റെഫ്രിജറേറ്ററിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. അതൊക്കെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നതാണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിസം, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോഡൈനാമിക്സും കറണ്ട് ഫ്ലോയും ഒക്കെ നമ്മൾ പഠിക്കുന്നത് മാക്രോസ്കോപ്പിക് ലെവലിലാണ്. ദെൻ ഒപ്റ്റിക്സും ഒപ്റ്റിക്കൽ ഫിനോമിനനും ഇത് നമ്മൾ പറയുന്നത് മാക്രോസ്കോപ്പിക് ലെവലാണ്. സോ ഈ കൂട്ടത്തിൽ മെക്കാനിക്സും തെർമോഡൈനാമിക്സും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയും ഇലക്ട്രോമാഗ്നറ്റിസവും ഒപ്റ്റിക്സും സെക്കൻഡ് ഇയറിൽ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രാഞ്ചാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സ്. ഈ മൈക്രോസ്കോപ്പിക്കിന് മറ്റൊരു പേര് എനിക്ക് പറയാം ആസ് ക്വാണ്ടം ഫിസിക്സ്. ഇതിനെ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ നമുക്കതിനെ മോഡേൺ ഫിസിക്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചും അതാണ് മോഡേൺ ഫിസിക്സ്. ദെൻ ഇതിന് കീഴിൽ വരുന്നത് അറ്റോമിക് ഫിസിക്സ് വരാറുണ്ട്. ദെൻ ന്യൂക്ലിയർ ഫിസിക്സ് ഉണ്ട്. അതുപോലെ വേണമെങ്കിൽ സെമി കണ്ടക്ടർ ഫിസിക്സ് പറയാം. അപ്പം ആറ്റം, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ്, ഈ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ. നാനോ ടെക്നോളജി അല്ലെങ്കിൽ വളരെ തീരെ ചെറിയ സൂക്ഷ്മ കണങ്ങളെ പറ്റിയിട്ടുള്ള പഠനമായിരിക്കും പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പിക് നേച്ചറിൽ നടക്കുക. സോ ഇതാണ് ഫിസിക്സിൻ്റെ സ്കോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ഫിസിക്സ് ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഏരിയകൾ. ഒന്ന് മാക്രോസ്കോപ്പിക്കും പിന്നൊന്ന് മൈക്രോസ്കോപ്പിക്കും. അപ്പോൾ അടുത്തത് ഫിസിക്സ് ആൻഡ് സൊസൈറ്റി. ഫിസിക്സ് അല്ലെങ്കിൽ ദ അപ്ഗ്രഡേഷൻ ഓഫ് ഫിസിക്സ് എങ്ങനെയാണ് സൊസൈറ്റിയെ, സമൂഹത്തെ സ്വാധീനിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം തന്നെ കോവിഡിൻ്റെ ഈ സമയത്ത് നമ്മൾ തമ്മിലുള്ള ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇത് ട്രാൻസാക്ട് അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കുന്നത് തന്നെ എങ്ങനെയാണ്? മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും, ശരിയല്ലേ? ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടായിരിക്കും, ആണല്ലോ. ആൻഡ് ഇത് തന്നെയാണ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് സൊസൈറ്റി. ദ ഇൻവെൻഷൻ ഓഫ് ടെലിഫോൺ, റേഡിയോ, TV, ആൻഡ് നമ്മൾ ഈ തമ്മിൽ സംസാരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ ലോഞ്ചിങ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നതും ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നതും ഇറ്റ് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് സൊസൈറ്റി. ആൻഡ് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എനർജിയാണ്. എനർജി ക്രൈസിസ് ആണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. അപ്പം എനർജി നമ്മൾ പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് എനർജിയെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നമ്മൾ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ തയ്യാറാക്കുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഫിസിക്സ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. സോ ഫിസിക്സ് എങ്ങനെയാണ് സൊസൈറ്റിയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ഫിസിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെൻഷൻ ഓഫ് ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഇതെല്ലാം ഇത്തരത്തിൽ ഫിസിക്സ് സൊസൈറ്റിയെ സഹായിക്കുന്നത് തന്നെയാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. നേച്ചറിലെ, പ്രകൃതിയിലെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. അപ്പം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഏരിയയിൽ നിന്നാണ്, ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ.
പ്രധാനമായിട്ടും 4 ഫോഴ്സുകളാണ് നേച്ചറിലുള്ളത്. ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തേത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ 4 ഫോഴ്സുകളാണ് പറയാനുള്ളത്. അപ്പം കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കേണ്ടതുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അല്ലെങ്കിൽ മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 ഒബ്ജക്റ്റുകൾ, 2 മാസുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ 2 മാസുകൾക്കിടയിൽ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്മെന്റ് പോലും ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് എന്നാണ്. വിച്ച് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ദേ ആർ മ്യൂച്വലി അട്രാക്റ്റിംഗ് ഈച്ച് അതർ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയ ഡിസ്റ്റൻസുകളിൽ പോലും ഇത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുന്നത്, അല്ലെങ്കിൽ മൂൺ എർത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നത്. സോ അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ആൻഡ് ഇതൊരു വീക്ക് ഫോഴ്സ് കൂടിയാണ് കമ്പാരിറ്റീവ്ലി. മറ്റ് ഫോഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണ്. ആൻഡ് വിച്ച് റിക്വയർസ് നോ മീഡിയം ടു എക്സിക്യൂട്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിക്യൂട്ടഡ് ആകാൻ ഒരു മീഡിയത്തിന്റെ സഹായമില്ല. വാക്വത്തിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ഇത്രയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ 2 ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. വളരെ വലിയ ഡിസ്റ്റൻസുകളിൽ പോലും, ലോങ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വലിയ ഡിസ്റ്റൻസുകളിൽ പോലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അക്സെപ്റ്റബിൾ ആണ്. ദെൻ അതൊരു വീക്ക് ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലെ യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റ് ഫോഴ്സുകളുമായി മറ്റ് ഫണ്ടമെന്റൽ ഫോഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദെൻ ഇത് എക്സിക്യൂട്ടഡ് ആകാൻ നമുക്കൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. And now moving on to the second one, electromagnetic force. Electromagnetic ഫോഴ്സുകൾ എന്ന് പറയുന്നത് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകാം, അതുമല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ വേണമെങ്കിലും ആകാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ആകാം. അതായത് ഇപ്പോൾ പ്രോട്ടോണും അത് റിപ്പൽ ചെയ്തു പോകും, ഇലക്ട്രോണും റിപ്പൽ ചെയ്തു പോകും. ലൈക്ക് ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യപ്പെട്ടു പോകും. ആൻഡ് അൺലൈക്ക് ചാർജുകളാണെങ്കിലോ ഒരു പോസിറ്റീവ് ബോഡിയും ഒരു നെഗറ്റീവ് ബോഡിയും, അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡിയും ഒരു അൺചാർജ്ഡ് ബോഡിയും, അപ്പോൾ വരുന്നത് അട്രാക്ഷൻ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. അട്രാക്റ്റീവ് ഫോഴ്സും ആകാം, റിപ്പൾസീവ് ഫോഴ്സും ആകാം, രണ്ടും ആകാം. ഇതും ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അത്ര ലോങ് റേഞ്ച് കാണിക്കില്ല. ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതിന്റെ അർത്ഥം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ആകുന്നത് പോലെ ഇപ്പം ബിറ്റ്വീൻ മൂൺ ആൻഡ് സൺ, അല്ലെങ്കിൽ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ എന്ന് പറയുന്ന അത്ര വലിയ ഗ്യാപ്പിൽ, അത്ര വലിയ ഡിസ്റ്റൻസിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സേർട്ടഡ് ആകില്ല. ബട്ട് നമ്മളിവിടെ ഈ 4 എണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സുമായിട്ടും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് തന്നെയാണ്. And it is somewhat stronger than gravitational ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫോഴ്സ് കൂടിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇറ്റ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. ഒരേ സമയം അട്രാക്ഷനും കാണിക്കാറുണ്ട്, റിപ്പൾഷനും കാണിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചാർജസ്. അത് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ചാർജ് ഡിപ്പെൻഡൻറ്റ്. ഇത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചാർജ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം ഒന്നുകൂടി പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ തന്നെ ഇതിനും മീഡിയത്തിൻ്റെ ആവശ്യമില്ല. വാക്വത്തിൽ വേണമെങ്കിലും ഇതിന് എക്സിക്യൂട്ടഡ് ആകാം, ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടാവുന്നില്ല. സോ മൂന്നാമത്തെ കാറ്റഗറി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ന്യൂക്ലിയസിനെ പറ്റി അറിയാം. ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ന്യൂക്ലിയസിനകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മളതിനെ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ന്യൂക്ലിയോൺസ്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള 2 പേർ, പ്രോട്ടോണും ന്യൂട്രോണും.
ഈ പ്രോട്ടോണും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകില്ലേ? അപ്പോൾ ഈ പ്രോട്ടോണും റിപ്പൾഷൻ ഉണ്ടായാൽ ഈ ന്യൂക്ലിയസ് പൊട്ടിത്തെറിച്ച് ഈ പ്രോട്ടോൺസ് ഒക്കെ സെപ്പറേറ്റഡ് ആകണ്ടേ? അങ്ങനെ ആകാതിരിക്കാൻ ഇവരെല്ലാം കൂടി ഈ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ബൈൻഡിങ് എനർജി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരെണ്ണം. ആ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ, ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ പ്രോട്ടോൺ ആകാം, പ്രോട്ടോൺ ന്യൂട്രോൺ ആകാം, ന്യൂട്രോൺ ആകാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യപ്പെടണം. അപ്പൊ പ്രോട്ടോണും കൂടി റിപ്പൽ ചെയ്തത് പുറത്തു വരണം, ഈ റിപ്പൾഷന്റെ ഒരു റിസൾട്ട് ആയിട്ട്. അങ്ങനെ പുറത്തു പോകാതിരിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തണം. And that force between the nucleons is strong nuclear force. And remember one thing, പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ളത് ഒരിക്കലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 10⁻⁻15 മീറ്ററിനുള്ളിൽ നടക്കുന്ന ഫോഴ്സുകൾ. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഈ പ്രകൃതിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്, അത് ഞാൻ എടുത്തു പറയുന്നു, ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്, ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ന്യൂട്രോൺ അട്രാക്ഷൻ എന്നും പ്രോട്ടോൺ അട്രാക്ഷൻ എന്നും ഒക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നാലാമത്തേത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിസൾട്ടന്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് എമിഷൻസ്. റേഡിയോ ആക്റ്റീവ് എമിഷൻ നടക്കുന്നത് കൊണ്ട് ഒക്കർ ചെയ്യുന്ന ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, വീക്ക് എന്ന് തന്നെ പേരുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് സംവാട്ട് വീക്ക്, അത് വീക്കർ ഫോഴ്സ് തന്നെയാണ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സുമാണ്, മാറ്റമൊന്നുമില്ല. ഈ റേഡിയോ ആക്റ്റീവ് എമിഷൻ നടക്കുമ്പോൾ ശരിക്കും ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റ് ചില പാർട്ടിക്കിൾസ് ആയിട്ട് മാറാറുണ്ട്. ഇപ്പം ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ എന്നൊക്കെ പറയുന്ന ചില പാർട്ടിക്കിൾസ്. ആ ന്യൂട്രിനോയും ആൻറ്റി ന്യൂട്രിനോയും ഇലക്ട്രോണുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫോഴ്സുകളെയാണ് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇറ്റ് ഇസ് എ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ neutrino or anti-neutrinos with electrons. ഇലക്ട്രോണുകളുമായി ന്യൂട്രിനോ അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിനോ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ റൈസ് ചെയ്യുന്ന ഫോഴ്സുകളാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് വേണം, ഒരു സീക്വൻഷ്യൽ ഓർഡർ നമുക്ക് വേണം. സ്ട്രെങ്ത് അനുസരിച്ച് പറയുകയാണ് എങ്കിൽ the strongest force is nuclear force, then electromagnetic force, ന്യൂക്ലിയർ ഫോഴ്സിന് തൊട്ട് താഴെ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, then weak nuclear force, then gravitational force. അപ്പോൾ ഇതാണ് ഓർഡർ. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോമാഗ്നറ്റിക്കും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇനി ലോങ് റേഞ്ചിന്റെ ഡിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുന്നതെങ്കിൽ ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് ഏറ്റവും കൂടിയ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ,
പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക്, പിന്നീട് വീക്ക് ന്യൂക്ലിയർ, ദെൻ ലാസ്റ്റ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ. ഇത് ഡിസ്റ്റൻസിന്റെ ഓർഡർ. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ ഫോഴ്സുകളെ പറ്റി പറയാനുള്ളത്. എക്സാമിന് കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഇവിടുന്ന് മാത്രമാണ് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതും ചോദിച്ചിട്ടുള്ളത് ഒന്നുകിൽ ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ് അല്ലെങ്കിൽ വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ +1 ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വാട്ട് ഈസ് സയൻസ്, എന്താണ് സയൻസ് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ സയൻറ്റിഫിക് മെത്തേഡ്, ഒരു നാച്ചുറൽ ഫിനോമിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, സയൻറ്റിഫിക് മെത്തേഡ്. മൂന്നാമത്തേത് വാട്ട് ഈസ് മെൻ ബൈ ഫിസിക്സ്, എന്താണ് ഫിസിക്സ് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ ദ ത്രസ്റ്റ് ഓഫ് ഫിസിക്സ്, ഫിസിക്സ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ 2 quests, അത് പറഞ്ഞിരുന്നു, യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷനിസം. പിന്നീട് സ്കോപ്പ് ഓഫ് ഫിസിക്സ്, മാക്രോസ്കോപ്പിക് ലെവലും മൈക്രോസ്കോപ്പിക് ലെവലും. അതോടൊപ്പം ഫിസിക്സ് ആൻഡ് സൊസൈറ്റി, സൊസൈറ്റി എങ്ങനെയാണ് ഫിസിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെയാണ് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ, പ്രകൃതിയിലെ ഫണ്ടമെന്റൽ ഫോഴ്സസ്. അപ്പം ഇതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതാണ് ശരിക്കും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഈ ചാപ്റ്ററിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.